ഹലോ ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആരി എംബ്രോയിഡറിയിൽ സിഗ്സാഗ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്, പിന്നെ സരി ത്രെഡ്, ദെൻ ത്രെഡൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആരി നീഡിൽ എടുത്തിട്ടുണ്ട് കേട്ടോ, പിന്നെ ട്രിമ്മർ. ഇത്തരം സാധനങ്ങളാണ് നമുക്ക് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്കത് സ്റ്റിച്ച് എങ്ങനെ ഇടുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മളുടെ ക്ലോത്തിൽ ഇങ്ങനെ ഒരു 4 ലൈൻസ് വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് സരി ത്രെഡിൽ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നോട്ട് ഇട്ടിട്ട് എടുക്കാം. അതിനുശേഷം നമ്മളുടെ കയ്യിൽ ഈ ത്രെഡ് ഉണ്ടല്ലോ, അത് ഒന്ന് ഫിംഗറിൽ ഹോൾഡ് ചെയ്തിട്ട് ഈ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് ഫ്രെയിമിൻ്റെ അടിയിലേക്കാണ് പോവുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പോയിൻറ്റ്സ് വന്നിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ കാണുന്ന പോലെ തന്നെ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തോളൂ. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ബിഗിനേഴ്സിന് കുറച്ചും കൂടി ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പോയിൻറ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ താഴെ കാണുന്ന പോയിൻ്റ് ഉണ്ടല്ലോ, ഫസ്റ്റ് മാർക്ക് ചെയ്ത് താഴത്തിൽ നിന്ന് നമ്മൾ നേരെ മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ മുകളിൽ നിന്ന് കാണുന്ന ആ പോയിൻ്റ് ഉണ്ടല്ലോ, അവിടേക്ക് നമ്മൾ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ സാധാ ചെയിൻ സ്റ്റിച്ചൊക്കെ ഇട്ട് കൊടുക്കില്ലേ, അതുപോലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഡിഫറൻസ് എന്താ വെച്ചാൽ അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതിന് തൊട്ട് മുകളിലായിട്ട് ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലോക്ക് എന്ന് പറയുന്നത് ചെറിയ ഒരു മൈന്യൂട്ട് ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ താഴോട്ട് വന്നു, ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് അതിന് തൊട്ട് താഴെ ഒരു കുട്ടി ചെയിൻ സ്റ്റിച്ച് അല്ലെങ്കിൽ ലോക്ക് എന്നും പറയാം. ഓക്കെ, എന്നിട്ട് നമ്മൾ അഗെയിൻ അത് മുകളിലേക്ക് കൊണ്ടുപോവാണ്. മുകളിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ പോയിൻ്റ്, ആ ഇതിലേക്ക് നമ്മൾ അഗെയിൻ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് വീണ്ടും ഒരു കുട്ടി ലോക്ക്. ഓക്കെ, എന്നിട്ട് അഗെയിൻ താഴേക്ക് വരിക, സ്റ്റിച്ച് ഇടുക, എന്നിട്ട് തൊട്ട് താഴെയായിട്ടൊരു ലോക്ക് സ്റ്റിച്ച്, അഗെയിൻ മുകളിൽ പോവുക, എന്നിട്ടൊരു കുട്ടി ലോക്ക് സ്റ്റിച്ച്. ഓക്കെ, അപ്പോൾ ഈ ലോക്ക് നമ്മൾ ഇടുന്നതിൻ്റെ മെയിൻ പേർപ്പസ് എന്താ വെച്ചാൽ, ഇപ്പോൾ ഇത് കുറച്ച് വലിയ സ്റ്റിച്ചസ് ആയിട്ട് നമ്മൾ സിഗ്സാഗ് എന്നുള്ള ഷേപ്പിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇതിൽ മൂവ് ആവാതെയും ആ ഷാർപ്നെസ് മെയിൻറ്റെയിൻ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കുട്ടി ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഈ രീതിയിൽ ചെയ്യാം. ഇപ്പോൾ ഈ കാണുന്ന പോലെ ഇത്ര വീതിയിൽ ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് പോലും ചെയ്യാം. അതായത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു സിംഗിൾ ചെയിൻ സ്റ്റിച്ച് പോലെ ഇട്ടിട്ട് അതിൻ്റെ ഇപ്പുറത്ത് ഇങ്ങനെ ഈ കാണുന്ന പോലെ നമുക്ക് മൈന്യൂട്ടായിട്ടുള്ള ചെറിയ സിഗ്സാഗ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫാസ്റ്റായിട്ട് ചെയ്ത് കാണിക്കാം. വളരെ ഈസിയാണ് കേട്ടോ. ഇതൊരു ബേസിക് ആയിട്ടുള്ളൊരു സ്റ്റിച്ച് തന്നെയാണ്. ആരി ഇത് കഴിഞ്ഞാൽ ഒരു ബേസിക് സ്റ്റിച്ചസിൽ വരുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളിത് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. അപ്പം മുകളിൽ പോയിട്ട് ഒരു കുട്ടി ലോക്ക് സ്റ്റിച്ചിട്ട് താഴെ വരിക. അപ്പോൾ ഇതിൽ നമുക്ക് ജസ്റ്റ് ലോക്ക് ഇട്ടിട്ട് ഇത് ഫിനിഷ് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ ഇത് ലാസ്റ്റായിട്ട് ഇത് കാണാൻ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. ഇതിങ്ങനെ സിഗ്സാഗ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ശരി. ഇനി നെക്സ്റ്റ് നമുക്ക് സിൽക്ക് ത്രെഡ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ സിൽക്ക് ത്രെഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സിൽക്ക് ത്രെഡ് അത് നമ്മൾ എടുക്കുമ്പോൾ ഡബിൾ സ്ട്രാൻഡായിട്ട്, അതായത് 2 ഇതായിട്ടാണ് എടുക്കണത് കേട്ടോ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എൻഡിൽ നോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് മുകളിൽ ചെയ്ത പോലെ തന്നെ പോയിൻറ്റ്സ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. താഴെ ഒരു ഇതിടുക, പിന്നെ മുകളിലൊരു പോയിൻറ്റ്. ഇപ്പോൾ ഈ കാണുന്ന പോലെ പോയിൻറ്റ്സ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പോയിൻ്റൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴത്തെ ആ പോയിൻറ്റിൽ നിന്ന് ഒരു സ്റ്റിച്ചിങ്ങിന് ഒരു ത്രെഡ് ഇങ്ങനെ എടുത്തിട്ട് മുകളിലേക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് തൊട്ട് മുകളിലായിട്ട് തന്നെ ഒരു കുട്ടി ലോക്ക് സ്റ്റിച്ച്, പിന്നെ താഴെ വരിക, എടുക്കുക, ഒരു കുട്ടി ലോക്ക് സ്റ്റിച്ച്, അഗെയിൻ മുകളിലേക്ക് പോവുക, തൊട്ടായിട്ട് ഒരു ലോക്ക് സ്റ്റിച്ച്,
ഓക്കെ, അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സിൽക്ക് ത്രെഡിലും അതുപോലെ സറി ത്രെഡിലും പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ചെയ്താക്കാം. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ ഫസ്റ്റ് ടൈമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, എൻ്റെ ഈ വീഡിയോ ഫസ്റ്റ് ടൈമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇതിന് മുന്നേ തന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട്. ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ഇടേണ്ടത്, ബീഡ് വർക്ക് എങ്ങനെ ചെയ്യേണ്ടത്, അപ്പോൾ അതെല്ലാം ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും വീഡിയോൻ്റെ എൻഡിലൊക്കെ ഞാൻ ഇടാം. ഓക്കെ, അപ്പോൾ നമ്മളുടേത് ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. താഴെ വന്നു എന്നിട്ട് നോട്ട് ഇട്ടിട്ട് ഫിനിഷ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്നും മറക്കാതെ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ, ബൈ.